പുതിയൊരു കാര്യം കൊണ്ടുവന്നേക്കുക, കച്ചദ്വീപ് ദ്വീപ്. കച്ചദ്വീപ് ഈ കഴിഞ്ഞ 10 വർഷം എവിടെ പോയിരുന്നു? കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തെന്ന് പണ്ട് കോൺഗ്രസ്സുകാർ, കേട്ടോ. പുതിയ ഒരു കണ്ടുപിടുത്തമാണ്. കാര്യം വേറെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അപ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാടും കൊണ്ട് വന്നേക്കുക, കച്ചദ്വീപ് വിട്ടുകൊടുത്തെന്ന്, കേട്ടോ. അത് ഈ കഴിഞ്ഞ വർഷം ഈ 10 വർഷം കൊണ്ട് ഈ കച്ചദ്വീപ് തിരിച്ചു പിടിക്കാൻ എന്താ ഇവരെ കൊണ്ടൊക്കാഞ്ഞത്? അല്ലേ, ചൈന ഇന്ത്യയുടെ സ്ഥലം മുഴുവൻ കയ്യേറിയല്ലോ. എന്നിട്ട് ആ ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തങ്ങ് വിട്ടേക്കല്ലേ. ഇവിടുന്ന് ഒന്നും കൊടുത്തിട്ടില്ല, ചൈന ഒന്നും എടുത്തിട്ടില്ല. ചൈന അവരുടെ സ്ഥലത്ത് മാത്രമേ നിൽപ്പുള്ളൂ. അതായത് ഇന്ത്യയുടെ സ്ഥലത്ത് ചൈനയുള്ളത്, അവിടെ ആ കയ്യേറിയേക്കുന്ന സ്ഥലം ചൈനയുടെയാണെന്നങ്ങ് സമ്മതിക്കുകയാണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരാളെ കൊല്ലുന്നു, അത് കൊന്നതല്ല, അയാൾ തന്നെത്താൻ മരിച്ചതാണ് എന്നങ്ങ് തീരുമാനിക്കുക എന്ന് പറയുന്ന പോലല്ലേ അത്. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, അവിടെ പോകാൻ പറ്റാത്ത ഒരു തടാകം തന്നെ ഉണ്ട് നമുക്ക്. വളരെ എന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ സപ്ലൈ വളരെ കുറവാണ്. അത് കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല, കേട്ടോ. നമ്മുടെ ഈ ജമ്മുവിലാണ് ആ സ്ഥലത്ത് ഞാൻ പോയെങ്കിലും അവിടെ പോകാൻ പറ്റിയില്ല. കാരണം ഓക്സിജൻ സപ്ലൈ വളരെ കുറവാണ് അവിടെ. ആ സ്ഥലമുണ്ടല്ലോ, ആ തടാകത്തിൻ്റെ അവിടെ ഇനി അങ്ങോട്ട് നമുക്ക് പോകണ്ട. കാര്യം അവിടെ ചൈനയുടെ കയ്യിലാണ്, ചൈനക്കാരാണ് അവിടെ ഉള്ളത്, കേട്ടോ. അതിപ്പോൾ ഇന്ത്യയുടെ സ്ഥലം അല്ലെന്നാണ് പ്രഖ്യാപനം വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യമുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം നടത്താത്ത ഒരുപാട് കാര്യമുണ്ട്. പുൽവാമ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം സത്യപാൽ മാലിക്, അദ്ദേഹം BJPയുടെ ഗവർണറായിരുന്നിട്ട് BJPക്കാരൻ ഒരു ആളായിരുന്നിട്ട് നിയമിച്ച് ആ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മറുപടി ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇനി പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയ ലഹളയല്ല നടന്നുകൊണ്ടിരുന്നത്, അത് 2 സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന്, അല്ലാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമല്ലെന്ന് ഇവർ പറയുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അത് ഈ ഇന്ത്യയുടെ ഭാഗമാണോ മണിപ്പൂർ എന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഒന്ന് വെളിവാക്കട്ടെ. ഇന്ന് വരെ ബഹുമാന്യനായ പ്രധാനമന്ത്രി വാ തുറന്നിട്ടുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമോ അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ? ബാക്കി എല്ലാ സ്ഥലത്തും ഓടിയെത്തുമല്ലോ അദ്ദേഹം. കേരളത്തിലെ കരുവന്നൂരിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വരുന്നല്ലോ. ഈ മണിപ്പൂരിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടു, ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു, ക്രിസ്ത്യൻ സ്ത്രീകൾ നഗ്നരാക്കി അവർ തെരുവിലൂടെ ആനയിക്കപ്പെട്ടു, ഓടിക്കപ്പെട്ടു, അവരെ ബലാത്സംഗം ചെയ്യപ്പെട്ടു, പരസ്യമായിട്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഈ 350-ൽ പരം ആരാധനാലയങ്ങൾ, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ അവിടെ തകർത്തു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു സങ്കടം വേണ്ടേ? ഒന്നുമില്ലല്ലോ, ഒന്നും കാണുന്നില്ല. അപ്പം ഈ പ്രശ്നങ്ങളൊന്നും അല്ല. ഇപ്പം കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുന്ന ഈ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഈ ഇലക്ഷനെ നേരിടേണ്ടത്? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കുക ആ രീതിയിൽ. അത് ഇപ്പോൾ ഈ 2 പേര് നല്ല ഗുസ്തിക്കാരാണെന്നിരിക്കട്ടെ, മറ്റേ ഗുസ്തിക്കാരന് വല്ല വിഷം കൊടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ അവനെ രാത്രി ആക്രമിച്ച് റെഡിയാക്കിയോ ഒക്കെ അവന് പിറ്റേന്ന് മത്സരിക്കാൻ നിവൃത്തിയില്ലാതെ ഞൊണ്ടിക്കാലുമായിട്ട് വരികയാണ്. അവൻ്റെ കൂടെ അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് ഞാൻ ജയിച്ചു ജയ് ഇത് പറയുന്നതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന കാര്യം. അങ്ങനെ പറയുന്നതാണോ ഇവർക്ക് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടത്? ഈ പരാലിറ്റിക്കാക്കുക മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ, അതാണോ ചെയ്യേണ്ടത് ഇലക്ഷന്? ഇതൊന്നും ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമായ കാര്യങ്ങളല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ കണ്ണു തുറന്ന് കാണണം. ഈ വാഗ്ദാനങ്ങളുണ്ടല്ലോ, പൊള്ളയ വാഗ്ദാനങ്ങൾ, ഈ 10 വർഷം കൊണ്ട് എന്തൊക്കെ നടപ്പാക്കിയെന്ന് ജനങ്ങൾ ഒന്ന് ചിന്തിക്കണം. കോൺഗ്രസ് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നാണല്ലോ പറയുന്നത്. ഇതെന്ത് ചെയ്തു എന്ന് പറയണം. അംബാനിയെയും അദാനിയെയും അവരാക്കി മാറ്റിയതാണോ ഇവർ ചെയ്ത നേട്ടം എന്ന് ജനങ്ങളൊന്ന് തിരിച്ചറിയണം.